ഇന്ന് നമുക്ക് ഒരു അയലക്കറി വെക്കാം. പെട്ടെന്ന് ഒരു ചട്ടി വെച്ചു, അതൊന്ന് ചൂടായി. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് കടുക് ഒരല്പം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് നമുക്ക് ഒരല്പം വെളുത്തുള്ളി, ഒരുമാതിരി നല്ല വെളുപ്പം 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതിലേക്ക് 1-2 തണ്ട് കടിപ്പട്ട, രണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പില ഒരു ഇച്ചിരി ഒന്ന് ചുമന്ന് വന്നു, ചെറിയൊരു കളർ മാറി വന്നപ്പം നമുക്കതിലേക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഒരു 3-3.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമക്കിയൊന്ന് ചൂടാക്കണം. ഒരൽപ്പം അത് ചുമന്ന് വന്നു എന്ന് പറഞ്ഞാൽ മുളക് മൂത്ത് വന്നപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ചൊന്ന് മാറ്റി കൊടുക്കാം. ഒരൽപ്പം എന്ന് പറഞ്ഞാൽ പകുതി കൂടുതൽ. ഓക്കെ, ഇത്രയും ഞാൻ എടുത്ത് മാറ്റി, ബാക്കിയുള്ളത് ഇത്രയുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 കുടം പുളി, നമ്മുടെ കുടംപുളിയുടെ 2 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ എടുത്ത് മാറ്റി വെച്ച മസാല ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞിട്ട് അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഞാൻ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്ന ആവശ്യത്തിന് ഉപ്പ്. ഇനി ആ ജാറ് കഴുകി നമുക്കൊരൽപ്പം വെള്ളം കൂടെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു. വെള്ളം അല്പം കുറവാണ്, കുറച്ച് വെള്ളം കൂടെ. കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ചില്ല, തിളച്ച് വരുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി കരിവേപ്പില ഇട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അല്പസമയം അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയലക്കറി റെഡി. താങ്ക് യു. നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയുടെ റെസിപ്പിയാണിത്. ഓക്കെ.